അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ട്രാറ്റജി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഒരുപാട് പ്രോസസ്സും സീരീസ് ആയിട്ട് ഒരുപാട് ആക്ട് വേണം, അത് കൃത്യമായിട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കൽ തന്നെയാണ്. സ്ട്രാറ്റജിക് സർവൈലൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജിൻ്റെ ഡയറക്ഷനെ ബാധിക്കുന്ന ബിസിനസ്സിൻ്റെ ഉള്ളിലും പുറത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ, ബിസിനസ്സിൻ്റെ ചുറ്റുവട്ടത്തിലാണ് കാര്യങ്ങൾ, സോഴ്സുകൾ. അതിനെ കണ്ടിട്ട് അതിൽ നിന്ന് ഇൻഫർമേഷൻ സ്വീകരിച്ച് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ അവസ്ഥകൾ ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ സ്ട്രാറ്റജിനെ ബാധിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ, അതുമായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അത് എത്രത്തോളം ബാധിക്കുക എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കണം. അത് നാട്ടിലെ പത്രങ്ങളിലും ഇവിടുത്തെ മാഗസിനുകളിലും ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ആ കാര്യങ്ങൾ കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെയാണ് പിന്നെ സ്ട്രാറ്റജി കൺട്രോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓപ്പറേഷൻ കൺട്രോളും സ്ട്രാറ്റജി കൺട്രോളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നുണ്ട്. ഓപ്പറേഷൻ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യാൻ സ്ഥിരമായിട്ട് നടക്കുന്ന പരിപാടിയാണ്, മാനേജ്മെൻറ്റ് ചെയ്യുന്നതാണ്, നമ്മളെ ഓരോ ഫംഗ്ഷൻ്റെ ഹെഡുകൾ ചെയ്യുന്നതാണ്. പക്ഷേ സ്ട്രാറ്റജി കൺട്രോൾ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ദീർഘകാലത്തേക്കുള്ള പരിപാടികളാണ്, ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ആണ്. പ്രത്യേകിച്ച് എക്സ്റ്റേണൽ സോഴ്സുകൾ, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ വരുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം നമ്മളെ സ്ട്രാറ്റജി, നമ്മളെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നാണ് നോക്കുന്നത്. ഓക്കെ, എവിടെയൊക്കെ നമ്മൾ സ്ട്രാറ്റജി തന്നെ ബിസിനസ്സിൻ്റെ പ്ലാൻ, പദ്ധതി എന്ന് മാത്രം അർത്ഥം വെച്ചാൽ മതി, വേറൊന്നും മനസ്സിലാക്കേണ്ടത്. ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സിൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ, അത് തന്നെയാണ് സ്ട്രാറ്റജി. നെക്സ്റ്റ്, പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. നമ്മൾ പെർഫോമൻസ് അളക്കാൻ, അതായത് ഈ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് നമ്മൾ വിചാരിച്ച് നടക്കുന്നുണ്ടോ എന്നല്ലേ. നമ്മൾ പെർഫോമൻസ് അളക്കാനുള്ള സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫോമൻസ് അനുസരിച്ച് ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തൊക്കെ പെർഫോമൻസ് അനുസരിച്ച് ഈ വർഷത്തെ പെർഫോം ഉണ്ടോ, അതായത് പാസ്റ്റ് പെർഫോമനോട് കമ്പയർ ചെയ്ത് നോക്കാം. അല്ല, ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡിൽ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള സെയിം മറ്റു കമ്പനീസ്, ഇപ്പോൾ നമ്മൾ ടെലികോം ഇൻഡസ്ട്രി ആണെങ്കിൽ മറ്റു ഇൻഡസ്ട്രീസിൻ്റെ പ്രവർത്തനങ്ങളോട് നമ്മുടെ പ്രവർത്തനത്തെ കമ്പയർ ചെയ്തിട്ട് അതൊരു സ്റ്റാൻഡേർഡായിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ പ്രസൻറ്റ് സ്റ്റാൻഡേർഡ്, ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ട ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് വേണ്ട ഒരു വളർച്ച ഉണ്ട്, അല്ലെങ്കിൽ വേണ്ട ഒരു അച്ചീവ്മെൻ്റ് ഉണ്ട്, അതിപ്പോൾ നമുക്ക് കിട്ടിയെന്ന് നോക്കാം. പാസ്റ്റിലേക്ക് ബന്ധപ്പെടുത്തി നോക്കിയിട്ടോ മറ്റ് സ്ഥാപനങ്ങൾ ബന്ധപ്പെടുത്തിയിട്ടോ നോക്കാം. നമ്മുടെ സാഹചര്യവും അവസ്ഥയൊക്കെ നോക്കിയിട്ട് നമുക്കുണ്ടാവേണ്ട ഒരു നേട്ടമുണ്ട്, ഒരു വളർച്ച ഉണ്ട്, അതുണ്ടായിട്ടുണ്ടോ നോക്കാം. എന്നാൽ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് നോക്കണ്ടേ. അതുണ്ട് നോക്കണമെങ്കിൽ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്, എന്താണ് ഒരു സ്റ്റാൻഡേർഡ്, അത് ഹിസ്റ്റോറിക്കൽ സ്റ്റാൻഡേർഡ് ആവാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലോ മറ്റ് സ്ഥാപനങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യ അവസ്ഥ നോക്കി നമുക്കുണ്ടാവേണ്ട ഒരു വളർച്ചയുണ്ടായിട്ടുണ്ടോ നോക്കാം. എന്തായാലും ഈ കൺട്രോൾ സിസ്റ്റത്തിനുള്ള അതിൻ്റെ പ്രോബ്ലംസ്, ഒന്ന് ഒരു കൃത്യമായ ക്രൈറ്റീരിയ, ഒരു എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയൊക്കെ നമ്മുടെ സ്ട്രാറ്റജി, നമ്മളെ പദ്ധതിൻ്റെ എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയൊക്കെ അളക്കാൻ പറ്റിയ ഒരു ക്രൈറ്റീരിയ പലപ്പോഴും കൃത്യമായിട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുപോലെ നമുക്ക് കിട്ടുന്ന ഡാറ്റകൾ പലപ്പോഴും ഇൻവാലിഡ് ആകാം, വാലിഡ് ആയിക്കൊള്ളുന്നില്ല. പ്രത്യേകിച്ച് നമ്മളെ ക്ലൈമറ്റിനെ പറ്റിയിട്ടും നമ്മളെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ പറ്റിയുള്ള ഡാറ്റയൊക്കെ. അതുപോലെ തന്നെ നമ്മളിങ്ങനെ എപ്പോഴും കൺട്രോൾ, ഈ ടൈമിന് കാര്യങ്ങൾ തീരുന്നുണ്ടോ, പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് അതൊന്നും എംപ്ലോയീസ് വേണ്ട രൂപത്തിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് തോന്നുന്നില്ല. കാരണം അവരെ കൺട്രോൾ ചെയ്യാമെന്ന് അവർക്ക് തോന്നുമല്ലോ. പ്രത്യേകിച്ചും ഈ ഷോർട്ട് ടേം പെർഫോമൻസിൻ്റെ മേലെ നമ്മൾ ഓവറായിട്ട് എംഫസൈസ് ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റ് സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ സ്ട്രാറ്റജി മറന്നുപോകും. ഇപ്പോൾ പ്രത്യക്ഷത്തിലിപ്പോൾ ഒരു കോളേജിൽ സ്കൂളിൽ നമ്മൾ അവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ട് കുട്ടികളെ വളർത്തിയെടുക്കുന്നത് മറന്നിട്ട് അവർ ആ ഷോർട്ട് ടേം നമ്മുടെ എക്സാമിലെ മാർക്കിനെ മാത്രമൊക്കെ ബേസ് ചെയ്ത് പഠിപ്പിക്കും. ഇന്നിപ്പോൾ സ്കൂളുകളിലൊക്കെ അതല്ലേ, ഇന്നിപ്പോൾ സ്കൂളുകളിലൊക്കെ മാക്സിമം A+ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളങ്ങനെയാണ് സ്കൂളിനെ അളക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. കുട്ടികളുടെ ഭാവി, കുട്ടികൾക്ക് ഉണ്ടാകുന്ന സ്കില്ല്, അതൊന്നും ആ ലോങ് ടേം നമ്മളൊന്നും നോക്കുന്നില്ല. നമ്മളിങ്ങനെ ഷോർട്ട് ടേം മെഷർമെൻറ്റിൽ എംഫസൈസ് ചെയ്താൽ ലോങ് ടേം സ്ട്രാറ്റജിയൊക്കെ നമ്മളെ മാനേജേഴ്സ് മറന്നുപോകും. പിന്നെ അതുപോലെ തന്നെ ഗുഡ്, ബാഡ്, ആവറേജ്, പൂർ എന്നൊക്കെ നമ്മളെ പെർഫോമൻസിനെ പറയൽ പ്രയാസമാണ്. നമ്മൾ ഇത്ര വരെയുള്ള പെർഫോമൻസാണ് ഗുഡ്, അതിൻ്റെ താഴോട്ട് ആവറേജ്, അല്ലെങ്കിൽ പിന്നെ പറ്റ പൂർ, ഇങ്ങനെ അതിനൊരു ക്രൈറ്റീരിയ വെക്കാൻ, ഒരു സെറ്റ്, ഒരു ലെവൽ വെക്കാൻ പ്രയാസമാണ്. എന്നാൽ നമ്മൾ പെർഫോമൻസ് അളന്ന് തിട്ടപ്പെടുത്താൻ പ്രയാസമാണെന്ന് അർത്ഥം. ഇതാണ് സ്ട്രാറ്റജിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്ന് സ്ട്രാറ്റജി കൺട്രോളിനുള്ള സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങൾ, രണ്ട് ഓപ്പറേഷണൽ കൺട്രോൾ എന്താ, സ്ട്രാറ്റജി കൺട്രോൾ എന്താ, ഇതാണ് നന്നായിട്ട് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ.